ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ധാരാളം പൈസ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പാസ്റ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ഫലം ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തുന്നതുമാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നാണ്. ശരിക്കും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്ന ഒരു എനർജിയും ഉണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ നല്ലൊരു മൊബൈൽ ഫോൺ വാങ്ങുകയോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ കുറേ നാളായിട്ട് നല്ലൊരു ഫോൺ വാങ്ങണം, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നതുമാവാം, അങ്ങനെ നിങ്ങളത് വാങ്ങുന്നതുമാവാം. ഈ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വാങ്ങുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈഫ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ഇവിടെ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സാധാരണയായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ കൂടും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നല്ല പൈസ ചിലവാക്കുന്നുണ്ടാവാം. ചില ആൾക്കാർ ചിലപ്പോൾ നല്ലൊരു വണ്ടി വാങ്ങുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ സാമ്പത്തികപരമായിട്ടൊക്കെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ വളരെ പ്രൗഡായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്ന് സ്വയം ഒരു തിരിച്ചറിവും ഒരു ഹാപ്പിനെസ്സും ഒക്കെ തോന്നുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിൽ നിങ്ങളിവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളിങ്ങനെ തളർന്നിരിക്കാതെ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. കാരണം നിങ്ങളൊന്ന് തളർന്നിരിക്കുന്നത് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ തളർന്നിരുന്നാൽ അവർ സന്തോഷിക്കും. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കിയാൽ ആരും നിങ്ങളോട് ഒരു തരത്തിലുള്ള ഒരു മത്സരത്തിനോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് അടിച്ചമർത്താനോ നിയന്ത്രിക്കാനോ മറ്റൊന്നിനും വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് പേടിയാണ്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാനൊക്കെ ആര് ശ്രമിച്ചാലും നിങ്ങൾ തന്ത്രപൂർവ്വം അവിടെ പെരുമാറുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ചില ആളുകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പല കാര്യങ്ങളും, നിങ്ങളുടെ ആരോഗ്യവും
നിങ്ങളുടെ സമ്പാദ്യവും ഒക്കെ കൊണ്ട് നിങ്ങൾ നേടിയെടുത്ത പല കാര്യങ്ങളും ഇവിടെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളിവിടെ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. മാത്രമല്ല ഇതിലൊരു വെയിറ്റിങ്ങിൻ്റെ എനർജി കൂടിയുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ഒരുപാട് ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ട് അതിനൊരു ഫലം കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യത്തിനുള്ള അതിന് നിങ്ങൾക്ക് അർഹിക്കുന്ന ആ ഒരു ഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ പൈസയായിട്ട് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില വ്യക്തികളെ നിങ്ങളിവിടെ കാത്തിരിക്കുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് അത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിനുള്ള പ്രതിഫലം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ട് വിലയിരുത്തി ദൃഢനിശ്ചയത്തോടു കൂടി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഈ ഒരു കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാലും അത് നിങ്ങളത് മനസ്സിലാക്കി ചെയ്യുമെന്നുള്ളതാണ്. അതായത് ഇതെൻ്റെ കർമ്മയാണ്, ഇത് ഞാൻ ചെയ്യുന്നു, അങ്ങനെ നിങ്ങൾ വിചാരിച്ച് നിങ്ങളിവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം നിങ്ങൾ ഒരു ഫ്രസ്ട്രേഷനൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളത് ചെയ്തു കൊടുക്കുന്നു എന്നാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തീർക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയം വരുമെന്നുള്ളതാണ്. അത്തരത്തിൽ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു അഡ്വൈസിന് വേണ്ടിയിട്ട് ചില ആളുകൾ സമീപിക്കുമെന്നും കാണുന്നുണ്ട്. മാത്രമല്ല ഈ സമയം എന്തെങ്കിലും ചാരിറ്റി കൊടുക്കേണ്ട ഒരു അവസരമൊക്കെ വന്നേക്കാം. അതായത് തിരിച്ച് പ്രതിഫലം ആഗ്രഹിക്കാതെ ചില സഹായങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തെന്നാൽ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തിരിച്ചു കിട്ടുന്നതിനേക്കാളും അങ്ങോട്ട് കൊടുക്കാൻ ഇവിടെ ആഗ്രഹിക്കുമെന്നുള്ളതാണ്. മറ്റുള്ളവരെ അനുകമ്പയോടുകൂടി തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ജെനുവിനായിട്ട് സ്നേഹിക്കാൻ പറ്റുമെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ അട്രാക്റ്റഡ് ആകുമെന്നും കാണുന്നുണ്ട്. നിങ്ങളെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ലവിങ് എനർജിയിലാണ് നിങ്ങൾ ഈ സമയം ഉള്ളത് എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ സ്ട്രെങ്ത് ആണ്. അപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ അടക്കി വെച്ചിരുന്ന ചില കാര്യങ്ങളുണ്ടാവാം നിങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ അത് എത്ര അടക്കി പിടിച്ചിട്ട് നിങ്ങൾ പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ചില സമയങ്ങളിൽ നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഈ ഒരു സമയം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ സുന്ദരമായിട്ട് ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് എത്രമാത്രമാണെന്ന് നിങ്ങളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. അതുമാത്രമല്ല അതുപോലെ തന്നെ ഇപ്പോൾ മറ്റാരോടെങ്കിലും നിങ്ങൾക്കൊരു കാര്യം തുറന്നു പറയേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് സ്ട്രെങ്ത് ആയിരിക്കും. ചില സാഹചര്യങ്ങളിൽ അവരോട് തുറന്നു പറയാൻ നിങ്ങൾക്ക് ഒരു മടി ഉണ്ടാവും. ഞാനത് അവരോട് എങ്ങനെ പറയും, അല്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അവരത് എങ്ങനെ എടുക്കും. അപ്പോൾ പലപ്പോഴും നമുക്ക് പറയേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് പറയാൻ പറ്റാതെ വരാം. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഇമോഷൻസൊക്കെ നിങ്ങളൊന്ന് മാറ്റി വെച്ച് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരോട് എന്തെങ്കിലും കാര്യം നിങ്ങൾക്കിപ്പോൾ തുറന്നു പറയേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരാളിനെ എനിക്ക് ഒരിക്കലും ശരിയാക്കാൻ പറ്റൂല, അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. പക്ഷേ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള
നിങ്ങളെ ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് എന്നാണ്. അതായത് മറ്റൊരാൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങൾ സ്വയം ഒന്ന് വിചാരിക്കുക, ഞാൻ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കില്ലെന്ന് പലപ്പോഴും വിചാരിക്കും, പക്ഷേ അതിനെനിക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ എനിക്ക് സാധിക്കാത്ത കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരോട് പറയുന്നത്? അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെ നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഈ സമയം നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് എന്താണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് ആദ്യം നമ്മളുടെ മനസ്സിനെ നമ്മളൊന്ന് നിയന്ത്രിക്കണം എന്നാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ ആ ഒരു സോൾ പവറിലേക്ക് വരിക എന്നുള്ളതാണ്. നിങ്ങളുടെ സോൾ പവറിൽ ഇരിക്കുക, നിങ്ങളുടെ സോളുമായിട്ടൊന്ന് കണക്റ്റഡ് ആകുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സോളിൻ്റെ ഗുണമെന്ന് പറയുന്നത് ശരിക്കും കാം ആൻഡ് കൂൾ എനർജിയാണ്. ഒരു ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ ദേഷ്യമോ ഒന്നുമില്ല. അതാണ് നമ്മളുടെ സോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സോൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തോടും സമാധാനത്തോടുമൊക്കെ ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഇവിടെ മെരുക്കിയെടുക്കണം എന്നാണ് നിങ്ങളോട് ഇതിൽ പറയുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ 2 സാഹചര്യങ്ങളെ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 2 സാഹചര്യങ്ങളെ ഒരുമിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലായിരുന്നു എങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഈ 2 സാഹചര്യങ്ങളെ വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടാവാം, പക്ഷേ അതിൽ ഏത് കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ഈ ഒരു സമയം തീരുമാനിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഓവറായിട്ട് ഒരു കാര്യവും ചിന്തിക്കാതെ നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഈ സമയം ഇരിക്കുന്ന ഒരു എനർജിയാണ്. അതായത് വരും പോലെ വരട്ടെ, എന്ത് വന്നാലും ഞാനത് സ്വീകരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു സമയം നിങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു മെസ്സേജും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് പല സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഏസ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നേരെ വരുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങൾക്ക് ഇവിടെ മാറ്റിക്കളയാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ, അത് എന്ത് തടസ്സമായാലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എന്ത് തടസ്സവും വന്നോട്ടെ എനിക്ക് ആ ഒരു ബ്ലോക്ക് മാറ്റാൻ പറ്റുമെന്നുള്ള ഒരു തീരുമാനം ഈ ഒരു സമയം നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പുതിയൊരു തുടക്കമാണ്. നിങ്ങൾ മനസ്സുകൊണ്ട് പുതിയ എന്തോ ഒരു കാര്യം ഇവിടെ കുറിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഒരു ക്ലാരിറ്റി ഈ സമയം നിങ്ങളിലേക്ക് എത്തുന്നുവെന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയേണ്ട ചില സത്യങ്ങൾ നിങ്ങളിവിടെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. കൃത്യമായിട്ടൊരു ഡിസിഷൻ നിങ്ങൾക്കിവിടെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ഇവിടെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അത് മനസ്സിലാക്കാൻ നിങ്ങൾക്കിവിടെ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷനൊക്കെ ഒന്ന് മാറി നിങ്ങൾക്കൊരു ഇൻസൈറ്റ് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾക്ക് അത് ഇതിനോടകം ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ പുതിയ ചില ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. ഇതിൽ കൂടുതലായിട്ടും നിങ്ങളുടെ മുന്നിൽ വരുന്ന തടസ്സങ്ങളെ നിങ്ങൾക്ക് അതിജീവിച്ച് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ചില അവസരങ്ങൾ അല്ലെങ്കിൽ ചില ഐഡിയാസ് നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. അതായത് എനിക്ക് ഇങ്ങനെ പോയാൽ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാം, അങ്ങനെ നിങ്ങളിവിടെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കുന്നതുമാവാം. കാരണം ഇവിടെ ഹൈറഫിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ചില ഗുരുക്കന്മാരുടെ അടുത്ത് നിങ്ങൾ ചില അഡ്വൈസിന് പോകുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ആവശ്യമായിരിക്കാം. ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങളിവിടെ നേടിയെടുക്കുന്ന ഒരു എനർജി ഉണ്ട്. മാത്രമല്ല ഇതിൽ
നിങ്ങളൊരു സ്പിരിച്വൽ ഗൈഡൻസ് എടുക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ഒരു ഗുരുവിൻ്റെ അടുക്കെ ഒരു ഉപദേശം സ്വീകരിക്കാൻ പോകുന്നുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിവിടെ കുറേ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു എനർജി ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ പുതിയ ഒരു മെഡിറ്റേഷൻ ക്ലാസ്സിനോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പുതിയ തുടക്കമിടുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ അങ്ങനെ പുതിയ ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് ഗുരുവിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ പറ്റുന്ന ഒരു ഗുരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളൊരു സാധ്യതയാണ്. അതുപോലെ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു എനർജിയും ഉണ്ട്. അതിൻ്റെ ഒരു സന്തോഷവും ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്ന ഒരു എനർജി ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തരുന്ന ഒരു ആളിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നതാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ മാറുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 3 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വിചാരിച്ചിരുന്ന, നിങ്ങൾ ഏറ്റവും വിശ്വസിച്ചിരുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു ചതി, അത് കുറേ കാലം കൊണ്ട് നിങ്ങളതിങ്ങനെ ഹീലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്കത് ഹീലായി തുടങ്ങുകയാണെന്നാണ്. നിങ്ങൾക്കൊരു ചേഞ്ചാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളവിടെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം ആ ഒരു സ്ഥലത്ത്. അപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് ചിലപ്പോൾ അവിടെ നിങ്ങൾക്കെതിരെ കംപ്ലൈൻറ്റ്സ് ഒക്കെ പറഞ്ഞ് അവിടുന്ന് നിങ്ങളെ പുറത്താക്കിയൊരു അവസ്ഥയുണ്ടാവാം. അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ജോലി ചെയ്തിരുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്കൊരു ജോലി കിട്ടി നിങ്ങളങ്ങനെ പുറത്തു പോകുന്നതുമാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജി ഉണ്ട്. കാരണം ഇവിടെ 6 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മളെ ശിക്ഷിച്ച ആൾക്കാരുടെ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടും നമ്മളെ തള്ളിപ്പറഞ്ഞവർ, അവരുടെ ഓർമ്മകൾ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടാവാം. അതായത് ഞാൻ അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, എന്നിട്ടും അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ എത്ര സത്യസന്ധമായി പ്രണയിച്ചതാണ് ഞാൻ അവരെ, പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിച്ചത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ആ ഒരു സാഹചര്യത്തെ, ആ അനുഭവങ്ങളെ നിങ്ങൾ വിട്ടുകളയുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല. അതിങ്ങനെ മനസ്സിൽ ചുമന്ന് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കി നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം അവരുടെ കർമ്മ അവർ തീർച്ചയായിട്ടും അനുഭവിക്കും എന്നാണ്. ഇതിൽ ചില ആൾക്കാർക്ക് ചില മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഹീലാകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും റിയലായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയമാണെന്നാണ്. ഇപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളൊക്കെ വരും. ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു മാജിക് പോലെ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഇതെന്നാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയും പ്രാർത്ഥനകളുടെയും ഒക്കെ ഫലമായിട്ടായിരിക്കാം. അപ്പോൾ ഒരു ലക്കാണ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക, നമ്മൾ ചെയ്ത കർമ്മഫലത്തിൽ വിശ്വസിക്കുക. മാത്രമല്ല ഈ സമയം നിങ്ങളെ രക്ഷിക്കാൻ ഒരാളുണ്ട് എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ ഈ ഒരു 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന അത്രയും ഒരു സന്തോഷം, അത് നിങ്ങൾക്ക് നൽകുന്ന ഒന്നിലധികം ഇൻസിഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം വരുമെന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ ആ സന്തോഷം പുറത്ത് കാണിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങൾക്കറിയാൻ ഇവിടെ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിച്ച ആ ഒരു ശുഭവാർത്ത
നിങ്ങളെ ഇവിടെ തേടിയെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇതൊരു വിജയത്തിൻ്റെ എനർജിയാണ്. ഇതിൽ കുറേ ആൾക്കാർ ഇപ്പോൾ നിങ്ങളോട് മത്സരിക്കാനുണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തികളെയൊക്കെയും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. പക്ഷേ നിങ്ങൾക്കവരെ വിട്ടുകളയാൻ സാധിക്കുന്നുമുണ്ടാവില്ല. അവരുടെ മുന്നിലാണ് നിങ്ങൾ വിജയിച്ച് നിൽക്കുന്നത് എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ആയുധം കിട്ടിയൊരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ എവിടെയാണോ തോറ്റുപോയത്, അല്ലെങ്കിൽ നിങ്ങളെ ആരാണോ തള്ളിപ്പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളെ ആരാണോ വേണ്ടാന്ന് വെച്ചത്, അവരുടെ മുന്നിൽ നിങ്ങൾക്ക് ജയിച്ച് കാണിക്കുവാനുള്ള ഒരു അവസരം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പിടിച്ചു കയറാൻ പറ്റുന്ന തരത്തിലുള്ള എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അത് പൈസ നഷ്ടപ്പെട്ടതോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നഷ്ടം വന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടമായതോ, അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾക്കിവിടെ ജയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കൊപ്പം നിങ്ങളുടെ ആ ഒരു വിജയം ആഘോഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഒരുപാട് ആളുകൾക്കിടയിൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തുന്നുവെന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വലിയ സന്തോഷമാണ്, മാത്രമല്ല പുതിയ തുടക്കമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ്ഫുൾ ആയി എന്ന് അറിയുമ്പോഴുള്ളൊരു സന്തോഷം, അത് നിങ്ങൾക്ക് ഈ ഒരു സമയമുണ്ടെന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ എക്സാം പാസ്സായതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി നിങ്ങൾ അറിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായി എന്ന് അറിഞ്ഞതായിരിക്കാം. അപ്പോൾ ഇതിലൊരു പുതിയ കാര്യം, അത് ഏറ്റവും സന്തോഷമുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു സന്തോഷമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സമയം ശരിക്കും നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇന്നർ ചൈൽഡൊക്കെ ഒന്ന് ഹീലായിട്ടുണ്ടാവാം. പാസ്റ്റിലുള്ള ആ ഒരു ട്രോമയൊക്കെ മാറി നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള തീരുമാനം ഇപ്പോൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഇത്രയും നാളും ഞാൻ ചെയ്തതൊന്നും ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ഇനിയെല്ലാം എനിക്ക് ശരിയാക്കാൻ സാധിക്കും, അതിനുള്ളൊരു സമയമാണ് എന്നൊക്കെയുള്ളൊരു തോന്നലുകൾ നിങ്ങളിലേക്ക് ഈ ഒരു സമയം വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ഹാപ്പിനെസ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാവാം. അങ്ങനെ ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷമുള്ള ചില കാര്യങ്ങൾ ഇവിടെ അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. മാത്രമല്ല ഇതിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നതിൻ്റെ സന്തോഷത്തിലാണ് നിങ്ങളെന്നുള്ളതാണ് കാണുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു കാര്യം ഈ സമയം നടക്കുന്നതുമാവാം. അപ്പോൾ മാജിക്കലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. മനസ്സിലെ ആവശ്യമില്ലാത്ത കുറേ ചിന്തകളൊക്കെ ഒന്ന് മാറ്റി നിങ്ങൾ ഉന്മേഷത്തിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. പിന്നെ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഒത്തിരി തിരക്കുള്ളൊരു സമയമായിരിക്കും ഈ ഒരു സമയമെന്നുള്ളതാണ് ചില ആളുകൾക്ക്. ഇത് ഈ സമയം നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കുറേ ജോലികൾ ഉണ്ടാവാം. അപ്പോൾ എല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ ചെയ്ത് തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ മടി പിടിച്ച് മാറ്റിവെച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ ചെയ്തു തീർക്കുമെന്നാണ്. പിന്നെ ഇതിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു എനർജിയുമുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വർക്കുമായി നിങ്ങൾ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ഒന്നിലധികം കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. കുറച്ച് സ്ട്രഗിൾ ചെയ്ത് കുറേ കാര്യങ്ങൾ നിങ്ങളിവിടെ നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളും നമ്മുടെ ലൈഫിലുണ്ട്. അത് സ്ട്രഗിൾ ചെയ്താൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ജോലികൾ നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം ഒരു കോൺഫിഡൻസ് ഉള്ളൊരു സമയമാണെന്നാണ്. ഇപ്പോൾ കുറേയധികം ആൾക്കാരുണ്ടായിരിക്കാം നിങ്ങളോട് എതിരിടാനായിട്ട്,
അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ മത്സരിക്കാനൊക്കെ കുറേയധികം ആൾക്കാരുണ്ടാവാം. അപ്പോൾ ഈ ഒരു ചലഞ്ചസ് ഒക്കെ ഉണ്ടാകുമെന്നാണ് കുറേയധികം ആളുകൾക്കും. പക്ഷേ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് കുറേയധികം ആളുകൾ ഉണ്ടായാലും നിങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് നിന്നാൽ പോലും ഈ ഒരു സമയം നിങ്ങൾ ബുദ്ധിപൂർവ്വം അത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇവിടെ ജയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്നുവെന്നും കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷേ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ച് ഇവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ റിസ്ക് എടുക്കാതെ ആരും തന്നെ വിജയിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യുന്ന ആ ഒരു കാര്യം, നിങ്ങൾ റിസ്ക് എടുത്ത് ചെയ്യുന്ന ആ ഒരു കാര്യം അതിലൊരു വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. മറ്റുള്ളവർ എതിർത്താലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എൻഡായി എന്നുള്ളതാണ്. പുതിയൊരു തുടക്കം, ഒരു സമാധാനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. കുറേ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ്. ശരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പ്രതീക്ഷ നൽകുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ചിന്തകളിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.